Hi friends, welcome to Garam Masala, the magic spices of cooking. Prawns fritters. ഇന്ന് നമുക്ക് ചെമ്മീൻ ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയായി എങ്ങനെ ഫ്രിറ്റേഴ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് സ്നാക്കായും സ്റ്റാർട്ടറായും എല്ലാം യൂസ് ചെയ്യാം. ഇതിനു വേണ്ട ചേരുവകൾ: ചെമ്മീൻ 250 ഗ്രാം. ചെമ്മീൻ വേവിച്ചെടുക്കാൻ വേണ്ട ചേരുവകൾ: ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, കുരുമുളക് പൊടി 1 പിഞ്ച്, ഗരം മസാല 1/2 ടീസ്പൂൺ. ഫോർ മസാല: സവാള 1 കപ്പ്, ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, ഉപ്പ്, കറിവേപ്പില. അതർ ഇൻഗ്രീഡിയൻസ്: കടലമാവ് 1/2 കപ്പ്, മൈദ 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ചെമ്മീനെ വേവിച്ചെടുക്കാം. ചെമ്മീനെ നമുക്ക് മൺചട്ടിയിലോട്ട് എടുക്കാം. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള കറിവേപ്പില ഇവ ചേർത്ത് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചെമ്മീനും ഒനിയൻ മിക്സ്ചറും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് മൈദ, മുളക് പൊടി, ബേക്കിംഗ് സോഡ ഇത് ഓപ്ഷനിലാണ്, ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശെ കടലമാവ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് മസാല ഡോ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചെമ്മീനും കുറച്ച് മാവും ചേർത്ത് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ ഓൾറെഡി കുക്കായതാണ്, അതുകൊണ്ട് മസാല മാത്രം കുക്കായാൽ മതി. നമുക്കിതിനെ എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രിറ്റേഴ്സ് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചെമ്മീൻ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് പ്രോൺസ് ഫ്രിറ്റേഴ്സ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.